കഴിഞ്ഞ ഷർഫാണ്. ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ മക്ക പ്രൊവിൻസിലെ ഒരു യാർഡിലാണുള്ളത്. അതായത് ഇത് നമ്മളെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, റവാഹിൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഉള്ളിലാണുള്ളത്. ഒരുപാട് ബസ്സുകളുണ്ട് ഈ റവാഹിൽ എന്ന് പറഞ്ഞ കമ്പനി. ഈ 2026 ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് വളണ്ടിയേഴ്സിനെയും പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ ഈ സൗദി അറേബ്യക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഹജ്ജാജികളെ ഹറമുക്ക് കൊണ്ടുവരാനും ഒരുപാട് ബസ് സർവീസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ നടന്നിരുന്നു. അതിൽപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിന് ഞാനും യാദൃശ്ചികമായിട്ട് പോയി അതിന് സെലക്ഷൻ കിട്ടിയിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർക്കായിരുന്നു ആ സെലക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും യാദൃശ്ചികമായിട്ട് അപ്ലൈ ചെയ്തു. ജസ്റ്റ് സിമ്പിളായിട്ട് അവിടെ പോയി അതാണ് അവർക്ക് ബസ്സൊന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കുക. അതിലൂടെ അവർ സെലക്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു ഇങ്ങനെ പിറ്റേ ദിവസം ടിക്കറ്റ് ഉണ്ട്, എത്രയും പെട്ടെന്ന് കയറി പോകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് കയറി ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അവർക്കൊരു സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട് ഈ ട്രാവൽസിന്. ഏകദേശം 25 റുപ്യൻ്റെ അടുത്തുണ്ട് ടോട്ടൽ നമുക്ക് ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ 25,000 റുപ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടെ 1, 2, 3 മാസം നിൽക്കും ചെയ്യാം, ഉംറ ചെയ്യും ചെയ്യാം. അതോടുകൂടി അതിൻ്റെ കൂടെ നമുക്ക് ഈ ബസ്സൊക്കെ ഓടിച്ചിട്ട് നമുക്ക് ഹജ്ജ് സേവനം ചെയ്യും ചെയ്യാം. പക്ഷെ ഇതിന് ചെറിയൊരു സാലറി ഉണ്ട് കേട്ടോ, ചെറിയ സാലറി, വലിയ സാലറി ഒന്നുമില്ല. അന്ന് ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരും മനസ്സിലുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, എങ്ങനെയെങ്കിലും ഉംറ ചെയ്യാന്നുള്ളത് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് വന്നവരാണ് നമ്മൾ ഈ കൂടുതലുള്ള അധിക പേരും. ഒരുപാട് കമ്പനികൾ ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ട ഈ ബസ്സുകൾ ഓടിച്ചിട്ട് ഇവിടെ ഹജ്ജാജികൾക്ക് വേണ്ട സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കമ്പനിയാണ് റവാഹിൽ. ഇങ്ങനത്തെ ഒരുപാട് കമ്പനി ഉണ്ട്. എന്താണ് ഹാക്കിൽ എന്ന് പറഞ്ഞ ടീമുണ്ട്, പിന്നെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ കീഴിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നേരെ നമ്മൾ അന്ന് രാത്രി നേരെ എയർപോർട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവരെ യാർഡും പിന്നെ ഇവരെ ഓഫീസും ഇവരെ കമ്പനി മൊത്തം ഇവിടെയാണ് നമുക്ക് അക്കോമഡേഷൻ തന്നിട്ടുള്ളത്. തൽക്കാലത്തിനിടയിൽ നമ്മൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് കഴിഞ്ഞാൽ ഈ പേപ്പർ വർക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ നേരെ മക്കത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലുള്ള റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ഈ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടിക്കേണ്ട ബസ്സുകളാണ് ഇതൊക്കെ. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ കിട്ടും. ഇതൊക്കെ പറഞ്ഞാൽ ഹജ്ജ് സീസണിൽ മാത്രം ഓടുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ റമദാനിലൊക്കെ ഓടുന്ന ബസ്സുകൾ മാത്രമായിരിക്കും. ആ സമയത്താണ് ഇവർക്ക് ഒരുപാട് ആളുകൾ വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതാ ഇന്ത്യയിലുള്ള ഏതെങ്കിലുമൊക്കെ ബസ്സിൽ നമ്മൾ ഡ്രൈവറായിട്ട് പോകും. അതായത് ഡ്രൈവറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അധികം ഓടിക്കാനൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞ ദൂരം മാത്രമേ നമുക്ക് ഓടിക്കാൻ ഉണ്ടാവുള്ളൂ. അതായത് ഓരോ ട്രാക്കിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹജ്ജാജികൾക്ക് ഹറമിലേക്ക് എത്താനും ഹറമിൽ നിന്ന് ഹജ്ജാജികളെ തിരിച്ച് കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഫ്രീ സർവീസ് ഓടുന്ന ബസ്സിൽ ഡ്രൈവേഴ്സായിട്ടാണ് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇവിടുന്ന് താൽക്കാലികമായിട്ട് നമുക്ക് ഓടിക്കാൻ ചെറിയൊരു ലൈസൻസ് തരും. ലൈസൻസ് അല്ല, താൽക്കാലിക പെർമിറ്റ്. അത് നമുക്ക് നമ്മളെ പേരിലുള്ള ഒരു ബസ്, ആ ബസ്സിലുള്ള അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ആ ബസ്സിലായിരിക്കും നമ്മൾ ഓടിക്കുക. അത് 24 മണിക്കൂർ ഓടിട്ട് ആ ബസ്. അതിൽ ഷിഫ്റ്റായിട്ട് 12 മണിക്കൂർ ഒരാളാണെന്നുണ്ടെങ്കിൽ അടുത്ത 12 മണിക്കൂർ വേറെ ആളായിരിക്കും ഓടിക്കുക. ഈ ലേബർ ക്യാമ്പ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ വലിയ രൂപങ്ങളായിരിക്കും. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, റൂമിലെല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ കുറേ ആളുകൾ ഇതിൽ പ്രവാസികളായിട്ട് വന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ കുറഞ്ഞ പേര് മാത്രമേ പുതുതായിട്ടുള്ളൂ. ഗ്യാങ്ങായിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യലും ഫുഡ് ഉണ്ടാക്കലും പേപ്പർ വർക്ക് കഴിയുള്ളൂ. നമ്മൾ ഫ്രീ ആണ്. റൂമിൽ നിന്ന് അങ്ങനെ ചില്ല് ചെയ്യാം. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഹജ്ജ് സർവീസിന് പോകണം, വളണ്ടിയേഴ്സായിട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ കുറേ ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നത്. യാദൃശികമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കിട്ടിയത്. വേഗം ചാടി കയറി അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി ഇവിടെ എത്തി. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഹജ്ജാജികൾക്ക് വേണ്ട സർവീസ് നൽകണം. അതേപോലെ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഉംറ ചെയ്തിട്ട് നമുക്ക് മടങ്ങണം. ശരീക്കത്തുൽ റവാഹിൽ മശാഇർ, ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിനുള്ളിലാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ പുറത്തിറങ്ങിയതാണ്. ഈ ബിൽഡിങ്ങിലിട്ട് നമ്മൾ താമസം. ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൽ നിൽക്കാൻ. ഒരു റൂമിൽ 10 ആളേച്ചൊക്കെയാണ് നിൽക്കുന്നത്.